എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ SCRT-യിലെ 9ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ഒരു ഇന്ത്യൻ ജോഗ്രഫിയുടെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിലെല്ലാം വളരെ അത്യാവശ്യമായി പഠിക്കേണ്ട, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചാപ്റ്റേഴ്സ്. ആ 5 ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ തീരങ്ങളിലൂടെ എന്ന് പറയുന്നൊരു ചാപ്റ്റർ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ചാപ്റ്റർ 1 by 1 വായിച്ച് പോകുന്നതിലും അല്ലെങ്കിൽ ചാപ്റ്റർ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് ഞാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്, അത് മൊത്തം ഞാനൊന്ന് വായിച്ച് അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവരെ ഡിസ്കസ് ചെയ്യുന്നതല്ല നല്ലത്. അതല്ലേ നിങ്ങൾക്ക് എളുപ്പം, എനിക്കും എളുപ്പം. നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരു മാസം മുമ്പ് ഈ പുതിയ SCRT-യിലെ ഭൂപ്രകൃതി ഒറ്റ ലൈവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മെഗാ ലൈവ് സംഘടിപ്പിച്ചിരുന്നു. 3 മണിക്കൂർ 58 മിനിറ്റ് വരുന്ന ഒരു വലിയ ലൈവ്. ഇതിൽ ഞാൻ ആ പറഞ്ഞ 5 പാഠങ്ങളിൽ ആദ്യത്തെ 3 പാഠങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് ഉത്തരപർവ്വത മേഖലയുടെ പാഠം, ഉത്തര മഹാസമതലത്തിന്റെ പാഠം, ഉപദ്വീപ പീഠഭൂമിയുടെ പാഠം. ഇത് മൂന്നും ആ 3 പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഏകദേശം ഒരു 60-70 ചോദ്യങ്ങൾ ഈ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇത് കണ്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് പഴയ SCRT-യിലെ ഒരു മെഗാ ലൈവ് ഞാൻ എടുത്തപ്പോൾ അത് ഏകദേശം 3.5 ലക്ഷം പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാകപ്പാടെ കണ്ടിട്ടുള്ളത് 40,000 പേരാ. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ലൈവിൽ പോയാൽ എൻട്രി ആപ്പിൻ്റെ ഇതേ യൂട്യൂബ് ചാനൽ ലൈവ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുറകോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു 10-15 എണ്ണം പുറകോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു തംബ്നെയിലുള്ള ക്ലാസ് കാണാം. അപ്പോൾ അത് കാണുവാണെങ്കിൽ 3 ചാപ്റ്റർ കിട്ടി. പിന്നെ ആകെ വരുന്നത് 2 ചാപ്റ്ററാണ്. അതിൽ ഈ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് നമ്മളിപ്പോൾ അങ്ങ് എടുക്കും. പിന്നെ വരുന്നത് മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്നൊരു ചാപ്റ്ററും കൂടെ ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കും. അതോടുകൂടി 5 ചാപ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കും. 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ പുതിയ SCRT എന്ത് ചെയ്യേ, പുതിയ SCRT എവിടെയാ, പുതിയ SCRT-യിലെ പാഠങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ എപ്പോഴും എല്ലാ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരുന്നത്. അതുകൊണ്ട് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതൊക്കെ തന്നേ ഉള്ളൂ. തുടങ്ങാം നമുക്ക്. അപ്പോൾ തീരങ്ങളിലൂടെ ഇന്ന് പഠിക്കാം. തീരങ്ങളിലൂടെ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ തീരസമതലത്തിന്റെ ആകെ ദൈർഘ്യം, എല്ലാവരും ഉത്തരം എഴുതും എന്ന് എനിക്കറിയാം. ഇന്ത്യയിലെ തീരസമതലത്തിന്റെ ആകെ ദൈർഘ്യം എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. 7517 കിലോമീറ്റർ. ഇന്ത്യയുടെ തീരസമതലത്തിന്റെ ആകെ ദൈർഘ്യം 7517 കിലോമീറ്റർ, 7517 കിലോമീറ്റർ. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2024 മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യപ്പെട്ടു. ആ സർവേ പ്രകാരം ഇന്ത്യയുടെ കോസ്റ്റൽ ലൈനിന്റെ ലെങ്തിൽ ഒരു റീകാൽക്കുലേഷൻ നടന്നു. കാരണം നേരത്തെ 7517 എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കോസ്റ്റൽ ലൈനിന്റെ ലെങ്ത് 7517 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നില്ലേ, അത് 1970-ലെ സർവേ പ്രകാരം കിട്ടിയ ഡേറ്റയാണ്. പക്ഷെ ആ സർവേയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം അത്രയും പഴക്കമുള്ള സർവേ ആയിരുന്നല്ലോ. ഇപ്പോൾ ഈ 2024 ആയപ്പോൾ കുറച്ചും കൂടെ മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റുകളില്ലാതെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സർവേ നമ്മൾ നടത്തി. അപ്പോൾ നടത്തിയപ്പോൾ കോസ്റ്റൽ ലൈനിന്റെ ലെങ്ത് അന്ന് കാൽക്കുലേറ്റ് ചെയ്തത് തെറ്റായിരുന്നു എന്നും പുതിയ ലെങ്ത് 11,098.81 കിലോമീറ്റർ ആണ് എന്നും കണ്ടെത്തി. അതായത് പുതിയ സർവേ പ്രകാരം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ കോസ്റ്റൽ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 11,098.81 കിലോമീറ്റർ ആണ്. അപ്പോൾ പലരും ചോദിക്കാം, ഇവിടെ ഓപ്ഷനിൽ 11,098.81 കിലോമീറ്റർ എന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏത് എഴുതുമായിരുന്നു? ഇങ്ങനെ രണ്ടും വന്നാൽ ഇതെഴുതുക. കാരണം ഈ പുസ്തകം പ്രിന്റ് ചെയ്തത് 2024-ലാണ്. ഈ സർവേ നടന്നതും 2024-ൽ. അപ്പോൾ പുസ്തകം പ്രിന്റ് ചെയ്തിട്ടുള്ളവർ ഈ സർവേ നടന്ന കാര്യം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ സർവേയിലൂടെ വന്ന പുതിയ ഡേറ്റയെ പറ്റി ഇവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പഴയ പഴയ സർവേയിലുണ്ടായിരുന്ന 7517 നമ്മുടെ ന്യൂ SCRT-ക്കകത്ത് അവർ ആഡ് ചെയ്തത്. എന്നാൽ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ 11,098.81 എന്നുള്ളത് ഓപ്ഷനിലുണ്ടെങ്കിൽ ആ സർവേ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ചോദ്യം ഇട്ട ആള് ഈ സർവേ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഡേറ്റ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് എഴുതിയാൽ മതിയാവും. അപ്പം നിങ്ങൾ ഔചിത്യപൂർവ്വം ഉത്തരം എഴുതുക. ഓപ്ഷനകത്ത് 2 കൂടെ വന്നാൽ ഇത് എഴുതുക, ഓപ്ഷനകത്ത് ഇത് മാത്രമുള്ളെങ്കിൽ ഇത് എഴുതുക, ഓപ്ഷനകത്ത് ഇത് മാത്രമുള്ളെങ്കിൽ ഇത് എഴുതുക. ക്ലിയർ അല്ലേ? ഇത് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനം ഗുജറാത്താണിപ്പം 2024. നേരത്തെ പണ്ടും ഇങ്ങനെ ഗുജറാത്ത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫ്ലായി. നേരത്തെ 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശ് ആയിരുന്നു 1970-ലെ സർവേ പ്രകാരം. എന്നാൽ 2024-ലെ സർവേ പ്രകാരം 2ാം സ്ഥാനത്ത് തമിഴ്നാടും 3ാം സ്ഥാനത്ത് ആന്ധ്രയുമായി മാറി. അപ്പോൾ 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി. ഇനി ബാക്കി മൊത്തം 9 സംസ്ഥാനങ്ങൾക്കല്ലേ തീരദേശം അല്ലെങ്കിൽ കടൽ തീരം ഉള്ളത്. പിന്നെ ബാക്കിയുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പോൾ 9 എണ്ണവും നമുക്ക് നോക്കാം. 4, 5, 6, 7, 8, 9ാം സ്ഥാനം നമുക്ക് നോക്കാം. 9ാം സ്ഥാനത്ത് ഗോവയാണ് ഏറ്റവും പുറകിൽ. 9ാം സ്ഥാനത്ത് ഏറ്റവും കുറവ് തീരദേശ ദൈർഘ്യമുള്ളത് ഗോവയ്ക്കാണ്.
അപ്പൊ ആദ്യത്തെ 3 കിട്ടി. 4ാം സ്ഥാനത്ത് ആര് വരും? 4ാം സ്ഥാനത്ത് ആര് വരും എന്ന് നോക്കാം. 4ാം സ്ഥാനത്ത് വരുന്നത് മഹാരാഷ്ട്രയാണ്. 4ാം സ്ഥാനത്ത് വരുന്നത് മഹാരാഷ്ട്രയാണ്. അപ്പൊ 5ാം സ്ഥാനത്ത് ആര് വരും? 5ാം സ്ഥാനത്ത് വരുന്നത് ഒഡീഷയാണ്. ഒഡീഷ അല്ല, 5ാം സ്ഥാനത്ത് വരുന്നത് വെസ്റ്റ് ബംഗാളാണ്. 721 കേട്ടോ. 5ാം സ്ഥാനത്ത് വരുന്നത് വെസ്റ്റ് ബംഗാളാണ്. അപ്പൊ 6ാം സ്ഥാനത്ത് ആര് വരും? 6ാം സ്ഥാനത്ത് ആര് വരും? 6ാം സ്ഥാനത്ത് നമ്മളാണ്, കേരളമാണ്. 6ാം സ്ഥാനത്ത് നമ്മളാണ്, കേരളമാണ്. അപ്പൊ 7ാം സ്ഥാനത്ത് ആര് വരും? 7ാം സ്ഥാനത്ത് ഒഡീഷ വരും. 7ാം സ്ഥാനത്ത് ഒഡീഷ വരും കേട്ടോ. ഒഡീഷ എത്രയാ? 574. ഇനി അപ്പൊ 8ാം സ്ഥാനത്ത് ആര് വരും? 8ാം സ്ഥാനത്ത് കർണാടകയാണ്. കർണാടക 343 കിലോമീറ്റർ. 9ാം സ്ഥാനത്ത് ഗോവ 193 കിലോമീറ്റർ. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത്. 1ാം സ്ഥാനത്ത് ഗുജറാത്ത്. ഒന്നെന്ന് ഞാൻ ഇടാം. 1ാം സ്ഥാനത്ത് ഗുജറാത്ത്. 2ാം സ്ഥാനം തമിഴ്നാട്. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. 4ാം സ്ഥാനം മഹാരാഷ്ട്ര. 5ാം സ്ഥാനം 721 വരുന്നത് വെസ്റ്റ് ബംഗാൾ. 5ാം സ്ഥാനം. 6ാം സ്ഥാനം കേരളം. 6ാം സ്ഥാനം കേരളം. 7ാം സ്ഥാനം ഒഡീഷ 7. 8ാം സ്ഥാനം കർണാടക. 9ാം സ്ഥാനം ഏറ്റവും കുറവ് ഗോവ കേട്ടോ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് ആർക്കാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കാണ്. 3083 വരുന്നുണ്ട്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് തീരദേശം ആർക്കാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് തീരദേശം വരുന്നത് ആർക്കാണ്? അത് പോണ്ടിച്ചേരിക്കാണ്. 42 കിലോമീറ്റർ കേട്ടോ. 42 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തീരസമതലത്തെ പ്രധാനമായും എത്ര ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? ഇന്ത്യയുടെ തീരദേശ സമതലത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇവിടെ കടലുണ്ട്, അറബിക്കടല്, ഇവിടെ കടലുണ്ട്, ബംഗാൾ ഉൾക്കടല്. അപ്പോ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ തീരവും ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പൂർവ്വ തീരവും അഥവാ കിഴക്കൻ തീരവുമാണ് ഇന്ത്യക്കുള്ളത്. അതായത് ഇന്ത്യയുടെ തീരദേശം എന്ന് ചോദിക്കുമ്പോൾ എത്രയായി വിഭജിക്കാം എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ആയി നമുക്ക് വിഭജിക്കാം. 1 പടിഞ്ഞാറൻ തീരം അല്ലെങ്കിൽ പശ്ചിമ തീരം എന്ന് വിളിക്കാം. 2 കിഴക്കൻ തീരം അല്ലെങ്കിൽ പൂർവ്വ തീരം എന്ന് വിളിക്കാം. ഇനി ഈ തീരങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് അടുത്ത വരാൻ പോകുന്നത്. താഴെ പറയുന്നതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏത്? പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം, കോറമാണ്ടൽ തീരം. ഏതാണ് താഴെ പറയുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? പറഞ്ഞു. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ, കോറമണ്ടൽ. ഏതാണ്? ഗുജറാത്തും കൊങ്കണും മലബാറും പടിഞ്ഞാറൻ തീരത്തിന്റെ ഭാഗമാണ്. പടിഞ്ഞാറൻ തീരത്തിന്റെ ഭാഗമല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കോറമണ്ടൽ തീരമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോറമണ്ടൽ തീരം അത് കിഴക്കൻ തീരത്തിന്റെ ഭാഗമാണ്. അത് ഏതിന്റെ ഭാഗമാണ്? കിഴക്കൻ തീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഉത്തരം കോറമണ്ടൽ തീരം അത് കിഴക്കൻ തീരത്തിന്റെ ഭാഗമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ തീരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റോസ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം ഉപദ്വീപ പീഠഭൂമിയുടെ ഇരുവശത്തുമായിട്ട് തീരസമതലങ്ങളുണ്ട് കടലിനോട് ചേർന്ന്. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപദ്വീപ പീഠഭൂമി സാധാരണ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഉപദ്വീപ പീഠഭൂമി. ഉപദ്വീപ പീഠഭൂമിയുടെ ഇരുവശങ്ങളിലുമായും നമുക്ക് തീരസമതലങ്ങൾ കാണാം. പടിഞ്ഞാറൻ തീരസമതലത്തെ ഉപദ്വീപ പീഠഭൂമിയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത് പശ്ചിമഘട്ടവും, കിഴക്കൻ തീരത്തെ ഉപദ്വീപ പീഠഭൂമിയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത് പൂർവ്വഘട്ടവുമാണ് എന്ന് ഓർക്കുക. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവുമാണ് തീരങ്ങളുടെ അതിരുകളായി വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പടിഞ്ഞാറൻ തീരത്തെ എത്രയായി നമുക്ക് തരംതിരിക്കാം? പടിഞ്ഞാറൻ തീരസമതലത്തെ പ്രധാനമായും 3ആയി തരംതിരിക്കാം. ഒന്നാമത്തത് 1 ഗുജറാത്ത് തീരം. 2 കൊങ്കൺ തീരം. 3 മലബാർ തീരം. അപ്പൊ 1 ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. ഇങ്ങനെ 3ആയി തരംതിരിക്കുന്നു പടിഞ്ഞാറൻ തീരത്തെ. കിഴക്കൻ തീരത്തെ നമുക്ക് 2ആയി തരംതിരിക്കാം. 1 കോറമണ്ടൽ തീരം. കോറമണ്ടൽ തീരമാണ് അതിന്റെ തെക്ക് വശം എന്ന് പറയുന്നത്. കിഴക്കൻ തീരത്തിന്റെ തെക്ക് വശം കോറമണ്ടൽ തീരമാണ്. 2 വടക്കൻ സിർക്കാസ്.
അപ്പോൾ ഇതിന്റെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമ്മൾ വന്നു. ഏതാണ്? കോറമണ്ടൽ തീരവും വടക്കൻ സിർക്കാർസും കിഴക്കൻ തീരത്തിന്റെ ഭാഗമാണ്, പടിഞ്ഞാറൻ തീരത്തിന്റെ ഭാഗമല്ല എന്ന് ഈ ചിത്രം കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട്, പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലം എന്ത് തരം തീരമാണ്? ഉയർത്തപ്പെട്ട തീരം, പീഠഭൂമി സമാന തീരം, താഴ്ത്തപ്പെട്ട തീരം, മരുഭൂമി തീരം. എന്ത് തരം തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കണം. താഴ്ത്തപ്പെട്ട തീരമാണ്, സബ്മേർജ്ഡ് കോസ്റ്റ്. സബ്മേർജ്ഡ് കോസ്റ്റ്. മറ്റേത് കിഴക്കൻ തീരോ? കിഴക്കൻ തീരോ അത് ഉയർത്തപ്പെട്ട തീരം, എമേർജ്ഡ് കോസ്റ്റ്. ഒരെണ്ണം സബ്മേർജ്ഡ് കോസ്റ്റ്, ഒരെണ്ണം ഉയർത്തപ്പെട്ട തീരം, എമേർജ്ഡ് കോസ്റ്റ്. അതായത് പടിഞ്ഞാറൻ തീരസമതലം എന്ന ഭാഗം, പടിഞ്ഞാറൻ തീരസമതലം എന്ന ഭാഗം ഭൂമിയിൽ നടക്കുന്ന പല വിധത്തിലുള്ള ഭൗമ പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് നടക്കുന്ന ഭൗമ പ്രവർത്തനങ്ങളുണ്ട്. ഈ ഭൗമ പ്രവർത്തനത്തിന്റെ ഫലമായി താഴ്ത്തപ്പെട്ട ഭാഗമാണ്, താഴ്ത്തപ്പെട്ട ഭാഗമാണ്. എന്നാൽ നമ്മൾ കാണുന്ന കിഴക്കൻ തീരപ്രദേശം വിവിധങ്ങളായിട്ടുള്ള ഭൗമ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉയർന്നു വന്നതാണ്. അതായത് നേരത്തെ കടലിന് അടിയിൽ ആയിപ്പോയ പ്രദേശങ്ങൾ ഉയർന്നു വരുന്നതും നേരത്തെ ഉയർന്നു നിന്ന പ്രദേശം താഴ്ന്നു പോകുന്നതുമായ പ്രതിഭാസം ഇന്ത്യയുടെ രണ്ട് വശങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് ഒരു കാലത്ത് അത്യാവശ്യം ഉയർന്നു നിന്ന പ്രദേശമാണ്. അത് താഴ്ത്തപ്പെട്ടു പോയി ഒരു തീരസമതലം ഉണ്ടാകുന്നു, താഴ്ത്തപ്പെട്ട തീരം. കിഴക്കൻ തീരം എന്താണ്? അവിടെ എന്ത് നടന്നു? എന്ത് പ്രവൃത്തി നടന്നു? ഉദ്ധാനം എന്ന പ്രവൃത്തി നടന്നു, അല്ലെങ്കിൽ ഉയർത്തൽ എന്ന പ്രക്രിയ അവിടെ നടന്നു. അതുകൊണ്ട് അത് ഉയർത്തപ്പെട്ട തീരം. ഇവിടെ സബ്സിഡൻസ്, താഴ്ത്തപ്പെടൽ എന്ന ഭൗമ പ്രക്രിയയാണ് നടന്നത്. അതുകൊണ്ട് ഇത് താഴ്ത്തപ്പെട്ട തീരമായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോരുത്. എവിടെയാണോ താഴ്ത്തപ്പെട്ട തീരം ആ ഭാഗത്ത് കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ഹാർബറുകൾ, പോർട്ടുകൾ നിർമ്മിക്കാൻ സാധ്യമായിരിക്കും. അവിടെ ആഴ കൂടുതലായിരിക്കും. സ്വാഭാവിക ഉയർത്തപ്പെട്ട തീരത്തേക്കാൾ താഴ്ത്തപ്പെട്ട തീരങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ആഴമുണ്ടാവും. കടലിന്, ആ തീരത്തോട് ചേർന്ന കടലിന് ആഴമുണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക. ഉയർത്തപ്പെട്ട തീരത്ത് നാച്ചുറൽ ഹാർബേഴ്സിന്റെ നിർമ്മാണം കുറച്ച് ദുഷ്കരമാണ്. മനസ്സിലായോ? അവിടെ ആഴക്കുറവായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഉയർത്തപ്പെട്ട തീരങ്ങളിൽ ആഴക്കുറവായിരിക്കും, താഴ്ത്തപ്പെട്ട തീരത്ത് ആഴ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഗുജറാത്ത് തീരസമതലത്തിലെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഹിമാനികൾ, ലവണ ചതുപ്പ് നിലങ്ങൾ, പീഠഭൂമികൾ, വളരെ ഉയരമേറിയ പർവ്വതനിരകൾ. ഗുജറാത്ത് തീരസമതലത്തിലെ പ്രധാനപ്പെട്ട ചില സവിശേഷത. ഹിമാനികൾ ഉണ്ടോ? ഇല്ല. പീഠഭൂമികൾ ഉണ്ടോ? ഇല്ല. തീരസമതലമാണ് അല്ലെ? തീരസമതലങ്ങൾക്ക് അപ്പുറത്തേക്കാണ് പീഠഭൂമികൾ. വളരെ ഉയരമേറിയ പർവ്വതനിരകൾ തീരസമതലങ്ങളിൽ കാണാൻ പറ്റത്തില്ല. ഗുജറാത്ത് തീരസമതലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ധാരാളം ലവണ ചതുപ്പ് നിലങ്ങൾ ഗുജറാത്ത് തീരസമതലത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് റാൻ ഓഫ് കച്ച് എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ ചതുപ്പ് മരുഭൂമി എന്നൊക്കെ വിളിക്കുന്ന പ്രദേശം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാൻ ഓഫ് കച്ച്. അതിനെ തന്നെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഗ്രേറ്റ് റാനും ലിറ്റിൽ റാൻ എന്നൊക്കെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അപ്പൊ ധാരാളം ലവണ ചതുപ്പ് നിലങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് ഗുജറാത്ത് തീരം. ഗുജറാത്ത് തീരത്തിന്റെ സവിശേഷതകൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് പറയാം. നോക്കിക്കേ, റാൻ ഓഫ് കച്ച് എന്ന ചതുപ്പ് പ്രദേശവും കണ്ടോ, ലവണ ചതുപ്പ് പ്രദേശം. കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദമൻ, ദീവ് ആൻഡ് ദാദ്ര നഗർ ഹവേലി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. എന്തൊക്കെ വരുന്നുണ്ട്? റാൻ ഓഫ് കച്ച് എന്ന ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശവും ദമൻ, ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരം. എനിക്ക് ഗുജറാത്ത് തീരവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകൾ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നോക്കിക്കോണം, എന്തൊക്കെയാ പറയുന്നത്? ഈ ഭാഗമാണ് റാൻ ഓഫ് കച്ച്. കണ്ടോ, റാൻ ഓഫ് കച്ച്. ഇനി ഈ ഭാഗമാണ്, അതിന്റെ ഈ ഒരു ഭാഗമാണ് സൗരാഷ്ട്ര മേഖല, സൗരാഷ്ട്ര. അതുപോലെ ഇവിടെ ഇതിനോട് ചേർന്ന് ദമൻ, ദിയു, കേട്ടോ, ദമൻ, ദിയു പോലെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരം. ഓക്കെ, ക്ലിയർ. ഇനി സബർമതി, മാഹി, നല്ല ചോദ്യമാണ്. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതലം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഗുജറാത്ത് തീരസമതലം രൂപപ്പെടുത്തിയ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നർമ്മദ താപ്തി എന്ന് എഴുതരുത്. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് പുതിയ SRT എടുത്ത് പറഞ്ഞു വെക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞു വെക്കുന്നു. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരസമതലം രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് പുതിയ SRT പറഞ്ഞു വെക്കുന്നത്. ഈ രണ്ട് നദികളുടെയും പതനം, സബർമതി നദിയുടെയും മാഹി നദിയുടെയും പതനം
ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന അറബിക്കടലിനോട് ചേർന്ന ഭാഗത്താണ്. നർമ്മദയും താപ്തിയും എവിടെയാണോ പതിക്കുന്നത് അവിടെ തന്നെയാണ് സബർമതിയും മാഹിയും പതിക്കുന്നത്. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ഈ ഒരു പോർഷൻ ഇതാണ് ഗൾഫ് ഓഫ് കമ്പത്ത്. ഈ ഗൾഫ് ഓഫ് കമ്പത്തിലാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി എന്നീ നദികൾ വന്ന് പതിക്കുന്നത് കേട്ടോ. സബർമതി, മാഹി കേട്ടോ. ഗുജറാത്ത് തീരസമതലത്തിന്റെ രൂപീകരണത്തിൽ പ്രധാനമായി പങ്കുവഹിച്ചത് കേട്ടോ. അപ്പൊ ഈ മേഖലയുടെ പേരെന്താണ്? അറബിക്കടലിലെ ഈ മേഖലയുടെ പേരെന്താണ്? ഗൾഫ് ഓഫ് കമ്പത്ത്. അങ്ങോട്ടാണ് അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്ത്. ഇതാണ് ഗൾഫ് ഓഫ് കച്ച് കേട്ടോ. ഇതാണ് ഗൾഫ് ഓഫ് കച്ച്. ഗൾഫ് ഓഫ് കച്ചിലല്ല നോർക്കുക, ഗൾഫ് ഓഫ് കമ്പത്തിലാണ് ഈ നദികളെല്ലാം വന്ന് വധിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, തെറ്റിപ്പോരുത്, മാറിപ്പോരുത്. ഇനി ഗുജറാത്ത് തീരസമതലത്തിലെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. കപ്പലുകളുടെ ശവപ്പറമ്പ്, ഗ്രേവിയാർഡ് ഓഫ് ഷിപ്സ് വേണമെങ്കിൽ ചോദിക്കാം. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം ഗുജറാത്ത് തീരസമതലത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ അലാങ്ങിന്റെ പ്രത്യേകത എന്താണ് ചോദിക്കാം. കപ്പലുകൾ പൊളിച്ചെടുക്കുന്ന കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നാണ് അലാങ് അറിയപ്പെടുന്നത്. അപ്പൊ പഴയ കപ്പലുകളൊക്കെ നമുക്ക് ഡീകമ്മീഷൻ ചെയ്തതിനു ശേഷം പൊളിച്ച് പല പാർട്സായി പീസായി മാറ്റുന്ന സ്ഥലമാണ് അലാങ്. 2, പരുത്തുതുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്ത്, വഡോദര, അഹമ്മദാബാദ് ഒക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്. സൂറത്ത്, വഡോദര മാത്രം പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള അഹമ്മദാബാദും ഉണ്ട്. ക്ലിയർ? പിന്നെ മത്സ്യബന്ധന ഹാർബറായ വെരാവൽ ഗുജറാത്ത് തീരസമതലത്തിന്റെ ഭാഗമാണ്. ഗുജറാത്തിൽ വെരാവൽ. ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡികടപ്പുറം ഗുജറാത്ത് തീരത്തിൽ ഉൾപ്പെടുന്നു. നിരവധിയായിട്ടുള്ള ഉപ്പുപാടങ്ങൾ ഗുജറാത്ത് തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്ത് തീരത്തിന്റെ സവിശേഷതകൾ വളരെ ചുരുക്കി ഞാനത് കൊടുത്തേക്കുവാണ്. ഓർത്തോണം, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യമായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വരാം. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. കൊങ്കൺ തീരം എവിടെ നിന്ന് എവിടെ വരെ വ്യാപിച്ചിരിക്കുന്നു? ഗോവ മുതൽ കന്യാകുമാരി വരെ, ദമൻ മുതൽ ഗോവ വരെ, മുംബൈ മുതൽ കൊച്ചി വരെ, കച്ച് മുതൽ ഗോവ വരെ. ഇവിടെ പലർക്കും പല ഡൗട്ടുകൾ ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൊങ്കൺ തീരത്തെ പറ്റി. കൊങ്കൺ തീരത്തിന് ഉത്തരം നമ്മൾ ദമൻ വരെ ഗുജറാത്ത് തീരമെന്ന് പറഞ്ഞു. ദമൻ തൊട്ട് ഗോവ വരെ എന്നാണ് പുതിയ SRT പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ദമൻ തൊട്ട് ഗോവ വരെ. പക്ഷേ ശരിക്കും നമ്മൾ കൊങ്കൺ തീരം എന്ന് പറഞ്ഞാൽ കർണാടകയുടെ വടക്ക് ഭാഗം കൂടി ഉൾപ്പെടുന്നതാണ് കൊങ്കൺ തീരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർണാടകയുടെ വടക്ക് ഭാഗം. പക്ഷേ പുതിയ SRT പുസ്തകക്കാര് ഗോവ വരെ എന്നാണ് പുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്, ദമൻ വരെ ഗുജറാത്ത് തീരം, റാൻ ഓഫ് കച്ച് തൊട്ട് ഇവിടെ ദമൻ വരെ ഗുജറാത്ത് തീരം, ദമൻ തൊട്ട് കർണാടകയുടെ വടക്ക് ഭാഗം മംഗലാപുരം ഉൾപ്പെടുന്ന പ്രദേശം വരെ, മംഗലാപുരം വരെ കൊങ്കൺ തീരം, മംഗലാപുരം തൊട്ട് കന്യാകുമാരി വരെ ഇത് മലബാർ തീരം, ഇത് കൊങ്കൺ തീരം, ദമൻ തൊട്ട് മംഗലാപുരം വരെ. ഇനി റാൻ ഓഫ് കച്ച് തൊട്ട് ദമൻ വരെ ഗുജറാത്ത് തീരം. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ പുതിയ പുസ്തകത്തിൽ പറയുന്നു ദമൻ മുതൽ ഗോവ വരെ മാത്രം എന്ന് കൊടുത്തേക്കുന്നു. പക്ഷേ തൊട്ടടുത്ത മലബാർ തീരത്തെ പറ്റി പറയുന്ന ഭാഗത്ത് മലബാർ തീരം മംഗലാപുരം തൊട്ട് കന്യാകുമാരി വരെയാണെന്ന് അവർ പറയുന്നുണ്ട്. ഗോവ തൊട്ട് കന്യാകുമാരി എന്നല്ല, മംഗലാപുരം തൊട്ട് കന്യാകുമാരി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചതാകാം. തൽക്കാലം നമുക്ക് പുസ്തകത്തിൽ ഉള്ളതുപോലെ പഠിക്കാം. ദമൻ മുതൽ ഗോവ വരെ ആണ് കൊങ്കൺ തീരം. കൊങ്കൺ തീരം വളരെ വീതി കുറഞ്ഞ തീരമാണ്. ആ വീതി കുറഞ്ഞ തീരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിന്റെ ഈ ചിത്രം നോക്കിയാൽ മതി. നമ്മുടെ നേരത്തെ ചിത്രം ഇത് കണ്ടോ. കൊങ്കൺ തീരത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ തീരപ്രദേശത്തിന്റെ വീതി വളരെ 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 കുറയുന്നു. മലബാർ തീരം കുറച്ചും കൂടെ കൂടുതലാണ്. കൊങ്കൺ തീരത്തേക്കാൾ കുറച്ചും കൂടെ ഉണ്ട്. ഗുജറാത്ത് തീരമാണ് ഏറ്റവും വീതി കൂടുന്നത് കേട്ടോ. ഇവിടാണ് ഏറ്റവും വീതി കൂടുതൽ. എന്നാൽ ഇവിടെ അതിന്റെ കാരണം എന്നാ? പശ്ചിമഘട്ടം അതിന്റെ ഓറിയന്റേഷനാ. പശ്ചിമഘട്ടം തന്നെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ കടലിനോട് വളരെ അടുത്താവുന്നു, ഗോവയുടെയൊക്കെ ഭാഗത്തുമ്പോൾ. അത് കഴിഞ്ഞ് വീണ്ടും അത് കടലിൽ നിന്ന് കുറച്ച് മാറി കാണപ്പെടുന്നു. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഓറിയന്റേഷൻ കാരണമാണ് അല്ലെ കടലിനോട് വളരെ അടുത്തായിട്ട് ഈ പറഞ്ഞ, അല്ലെങ്കിൽ അതിന്റെ വീതി വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരുടെ? കൊങ്കൺ തീരത്തിന് വീതി വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ കൊങ്കൺ തീരം എവിടം തൊട്ട് എവിടം വരെ എന്ന് പുതിയ SRTക്കകത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ അതേപോലെ തന്നെ പഠിച്ചു. യഥാർത്ഥത്തിൽ മംഗലാപുരം വരെയുണ്ട്. കർണാടകയുടെ വടക്ക് നമ്മൾ പഠിച്ചേക്കുന്നത്. മലബാർ തീരം വരുന്നത് കേരളവും കർണാടകയുടെ തെക്കും. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അങ്ങനെയല്ലേ ഇതിനു മുമ്പ്? അപ്പോൾ ഗുജറാത്ത് റാൻ ഓഫ് കച്ച് തൊട്ട് കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ട് എവിടം വരെ ഉണ്ട്? കന്യാകുമാരി വരെ ഉണ്ട്. റാൻ ഓഫ് കച്ച് തൊട്ട് ദമൻ വരെ ഗുജറാത്ത് തീരം.
ദമൻ തൊട്ട് ഗോവ വരെ എന്ന് പുസ്തകത്തിൽ പറയുന്നു. ശരിക്കും ദമൻ തൊട്ട് കന്യാകുമാരി വരെയാണ് ശരിക്കും നമ്മുടെ കൊങ്കൺ തീരം. പിന്നെ അതിനുശേഷം കന്യാകുമാരി തൊട്ട് മംഗലാപുരം തൊട്ട് ദമൻ തൊട്ട് മംഗലാപുരം കേട്ടോ, സോറി കന്യാകുമാരി അല്ല, ദമൻ തൊട്ട് മംഗലാപുരം വരെ കൊങ്കൺ തീരം. ഓക്കെ, പുതിയ പുസ്തകത്തിൽ ദമൻ തൊട്ട് ഗോവ വരെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മംഗലാപുരം തൊട്ട് കന്യാകുമാരി വരെ മലബാർ തീരം. ഇങ്ങനെയാണ് തീരപ്രദേശം ദൈർഘ്യത്തെ പറ്റി നമ്മൾ പറയുന്നത്, അതിന്റെ ബോർഡറിനെ പറ്റി പറയുന്നതാണ്. കൊങ്കൺ തീരത്തെ പറ്റി നമുക്ക് കുറച്ച് പറയാം. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ കൊടുക്കുക. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. മംഗലാപുരം മിസ്സായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മലബാർ തീരത്തെ പറ്റി പറയുന്ന ഭാഗത്ത് മംഗലാപുരം തൊട്ട് കന്യാകുമാരി എന്ന് അവർ പറഞ്ഞേക്കുന്നത്, ഗോവ എന്നല്ല തുടങ്ങിയേക്കുന്നത്. ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ചോദിക്കാം. കൊങ്കൺ തീരം ആദ്യമായിട്ടാണ് വരുന്നത്. 500 കിലോമീറ്റർ കൊങ്കൺ, മലബാറിന്റെ ചോദിച്ചിട്ടുണ്ട്, കൊങ്കണിന്റെ ചോദിച്ചിട്ടില്ല. 500 കിലോമീറ്റർ ആണ് കൊങ്കൺ തീരത്തിന്റെ നീളം എന്ന് പറയുന്നത്. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെ അടുത്താണ്, ഈ തീരത്തോട് വളരെ അടുത്താണ് പശ്ചിമഘട്ട മലനിരകൾ. അതായത് കടലും പശ്ചിമഘട്ടവും തമ്മിലുള്ള വീതി കുറവായതുകൊണ്ട് തന്നെ ഈ തീരസമതലം ഇടുങ്ങിയതാണ്. ചോദിക്കാം, ഏത് തീരസമതലമാണ് കൂട്ടത്തിൽ ഇടുങ്ങിയത്? വീതി കുറഞ്ഞ തീരസമതലം ഏത്? ഗുജറാത്ത് ആണോ, കൊങ്കൺ ആണോ, മലബാർ ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഏത് എഴുതിക്കോണം? കൊങ്കൺ തീരം എന്ന് എഴുതിക്കോണം. കാരണം എന്നാ, പശ്ചിമഘട്ടം വളരെ ക്ലോസ് ആണ് കടലിനോട്, അറബിക്കടലിനോട് വളരെ ക്ലോസ് ആയി കാണപ്പെടുന്നു, വളരെ സമാന്തരമായി കാണപ്പെടുന്നു, പാരലലായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ തീരത്തിന് വീതി കുറവ്. ഇനി കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും, സാൻഡി കോസ്റ്റ് കണ്ടോ. കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ കടൽ തീരത്ത് മണലാണ്, എന്നാൽ തെക്ക് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ പാറക്കൂട്ടങ്ങളാണ് കൂടുതൽ. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ. ബീച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കടൽ തീരം. ദ്വീപുകൾ നമുക്കറിയാം, കടലിന്റെ നടുക്കുള്ള തുരുത്തുകളാണ്. എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പാറക്കെട്ടുകൾ. തിരമാലകളുടെ അപരദന നിമിത്തം, അപരദനം ശക്തമായ തിരമാലകൾ വന്ന് അടിച്ചടിച്ച് കടലിനോട് ചേർന്ന പർവ്വത നിരകളുടെ ഒരു ഭാഗം ചെത്തിയെടുക്കപ്പെട്ട് ഇവിടെ ഒരു കേക്ക് മുറിച്ചിട്ടതുപോലെ പർവ്വതനിരകൾ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ കടലിനോട് ചേർന്ന ക്ലിഫുകൾ എന്ന് വിളിക്കുന്നത്. വർക്കല ക്ലിഫ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പ്രസിദ്ധമാണ്. ഒരു ക്ലിഫിന് ഉദാഹരണം പറയാനായിട്ട് നമുക്ക് വളരെ അടുത്തുള്ളത് വർക്കലയാണ്. അപ്പോൾ കടലിനോട് ചേർന്ന് കാണപ്പെട്ടിരുന്ന, ഒരു കാലത്ത് കടലിനോട് ചേർന്ന് കാണപ്പെട്ടിരുന്ന പർവ്വതനിരകളിൽ തിരമാലകൾ വന്ന് ശക്തിയായിട്ട് അടിച്ച് ആ തിരമാലകളുടെ അപരദന നിമിത്തം ആ പാറക്കെട്ടുകൾ അവിടെ നിന്ന് അടർന്നു മാറ്റപ്പെടുകയും, അല്ലെങ്കിൽ പർവ്വതനിരകളുടെ പല ഭാഗങ്ങളും മണ്ണും ചെളിയും കല്ലും ഒക്കെ അടർന്നു മാറ്റപ്പെടുകയും, അത് ചെത്തി മാറ്റിയതുപോലെ, പർവ്വതം ചെത്തി മാറ്റിയതുപോലെയുള്ള ഒരു ആകൃതി പർവ്വതത്തിൽ രൂപം കൈവരികയും ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ ക്ലിഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. കൊങ്കൺ തീരത്തിന്റെ ഭാഗമാണ് ഗോവ. ധാരാളം ബീച്ചുകളുണ്ട്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. കൊങ്കൺ തീരം പശ്ചിമഘട്ടം അവിടെ വളരെ അടുത്താണ് കടലിനോട്, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മഴ കിട്ടും മൺസൂണിൽ നിന്ന്. സാധാരണ മലബാർ തീരത്തേക്കാൾ കൂടുതൽ ആർദ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലയാണ് കൊങ്കൺ കാലാവസ്ഥ. അവിടെ അതുകൊണ്ട് തന്നെ ധാരാളം ജൈവ വൈവിധ്യ സമ്പത്ത് എവിടെ കാണാൻ സാധിക്കുന്നു? കൊങ്കൺ തീരത്ത് കാണാൻ സാധിക്കുന്നു. അപ്പൊ ക്ലിഫ് എന്താണെന്ന് കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അല്ല അതിനു മുമ്പ് കൊങ്കൺ തീരവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടെ. നവശേവ, നവി മുംബൈ, മൊർമുഗാവോ ഗോവയിലാണ് തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങൾ കൊങ്കൺ തീരത്ത് കാണപ്പെടുന്നു. അപ്പൊ പഠിച്ചോണം. പടിഞ്ഞാറൻ തീരത്ത് കാണപ്പെടുന്ന പ്രസിദ്ധമായ 2 പ്രകൃതിദത്ത തുറമുഖങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് നവശേവ, നവി മുംബൈയിലുള്ള നവശേവ, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന നവശേവ, പിന്നെ അതുപോലെ തന്നെ മർമഗോവ തുടങ്ങിയ പ്രകൃതിദത്ത നാച്ചുറൽ ഹാർബേഴ്സ്, പോർട്ടുകൾ കാണപ്പെടുന്നു. മാൽപേ മത്സ്യബന്ധന ഹാർബർ, മാൽപേ എന്ന് പറയുന്ന കർണാടകയിലുള്ള മത്സ്യബന്ധന ഹാർബർ, നിരവധി കപ്പൽ നിർമ്മാണ ശാലകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയവ നമുക്ക് കൊങ്കൺ തീരത്തെ സാമ്പത്തികമായി വികസിതമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. കൊങ്കൺ തീരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് കൊങ്കൺ തീരത്തിന്റെ ദൈർഘ്യം പഠിച്ചായിരുന്നു 500. അടുത്ത ചോദ്യം, മലബാർ തീരത്തിന്റെ ഏകദേശ ദൈർഘ്യം എത്ര? 300, 400, 550, 700. പറഞ്ഞു. മലബാർ തീരത്തിന്റെ ഏകദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. മലബാർ തീരത്തിന്റെ ഏകദേശ ദൈർഘ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 580 കിലോമീറ്റർ ആണ്. മലബാർ തീരത്തിന്റെ പ്രത്യേകതകളൊന്ന് പഠിക്കാം. മലബാർ തീരത്തിന്റെ പ്രധാന സവിശേഷതയാണ് കായലുകൾ. പേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബാക്ക് വാട്ടേഴ്സ് ആണ്, കായലുകളാണ് മലബാർ തീരത്തുള്ളത്. വേമ്പനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ്. വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ തടാകം എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു. ആലപ്പുഴയിൽ പുന്നമട കായലെന്നും കൊച്ചി കായലെന്നൊക്കെ എറണാകുളത്ത് വിളിക്കുന്നതും വേമ്പനാട്ട് കായൽ തന്നെയാണ്. ഇനി ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. കേരളത്തിലെ കായലുകളും കനാലുകളും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ജലഗതാഗതം സാധ്യമാക്കാറുണ്ട്.
കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 കേരളത്തിലെ കായലുകളിലും കനാലുകളിലുമായി കണക്ട് ചെയ്യപ്പെടുന്ന കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ ദേശീയ ജലപാത. ഈ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഈ ജലപാത ദേശീയ ജലപാത 3 എന്നറിയപ്പെടുന്നു. വർക്കല, ഏഴിമല, ബേക്കല് എല്ലാം കേരളത്തില് തുടങ്ങിയ പ്രദേശങ്ങളിൽ ക്ലിഫുകൾ പോലെയുള്ള ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. വർക്കലയിലുണ്ട്, ഏഴിമലയിലുണ്ട്, ബേക്കലിലുണ്ട്. ക്ലിഫുകൾ പോലെയുള്ള ഭൂരൂപങ്ങൾ മലബാർ തീരത്ത് കാണാൻ സാധിക്കുന്നു. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. എല്ലാം മലബാർ തീരത്തിന്റെ പ്രത്യേകതയാണ്. മലബാർ തീരത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. നോക്ക്, കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ മേഖലകൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ. വേമ്പനാട്ടുകായലിന്റെ നടുക്കുള്ള ഒരു ദ്വീപാണ് പാതിരാമണല്. വേമ്പനാട്ടുകായലിന്റെ തീരത്തുള്ള പ്രസിദ്ധമായ പ്രദേശമാണ് കുമരകം. അതുപോലെ തന്നെ കടലുണ്ടി. ഇതെല്ലാം എന്താണ്? മലബാർ തീരത്തിന്റെ സവിശേഷതകളാണ്. മലബാർ തീരത്തിന്റെ സവിശേഷതകളാണ്. ഇതെല്ലാം പക്ഷികൾക്ക് പ്രസിദ്ധമായിട്ടുള്ള കേന്ദ്രങ്ങളുമാണ്. അല്ലെ, വിവിധ ദേശാടന പക്ഷികൾ പ്രജനനം നടത്തുന്ന അവരുടെ ആവാസ കേന്ദ്രങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളൊക്കെ. ഇനി അടുത്തത് നഞ്ചിനാട്, കുട്ടനാട്, കോൾ നിലങ്ങൾ. മലപ്പുറം, തൃശ്ശൂർ ഭാഗത്തൊക്കെ ആയിട്ട് നെൽപ്പാടങ്ങളുണ്ട്. സമുദ്രനിരപ്പിൽ താഴെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന നെൽപ്പാടങ്ങൾ കോൾ നിലങ്ങൾ എന്നവ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ താഴെ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തെക്ക് കന്യാകുമാരിയുടെ ഭാഗത്തൊക്കെ ആയിട്ട്, തമിഴ്നാടിന്റെ ഭാഗത്തായിട്ട് നെൽകൃഷി ചെയ്യുന്ന മേഖലയാണ് നഞ്ചിനാട്. അപ്പം തുടങ്ങിയ നെല്ലറകൾ, നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂര് തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന മേഖലകളാണ്. ഇതെല്ലാം മലബാർ തീരത്തിന്റെ സവിശേഷതയാണ്. ചോദിക്കാം, മലബാർ തീരത്തെ എന്തൊരു പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഇവിടെ 2 സ്ലൈഡിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അടുത്ത ചോദ്യം. കൊങ്കൺ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നതിന് പ്രധാന കാരണം എന്താണ്? കൊങ്കൺ തീരം ഞാൻ കുറച്ച് മുമ്പ് ആ ചോദ്യം ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അവിടെ ആർദ്ര കാലാവസ്ഥയാണെന്ന് പറഞ്ഞായിരുന്നു. അതിന് കാരണം എന്നാ? ഓപ്ഷൻ ബി, പശ്ചിമഘട്ടത്തിന്റെ സാമീപ്യമാണ്. കൊങ്കൺ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പശ്ചിമഘട്ടത്തിന്റെ സാമീപ്യമാണ്. അവിടെ ജൈവ സമ്പത്ത് കൂടുതലാണ്. നമ്മൾ കുറച്ചു മുമ്പേ കേട്ടു. പശ്ചിമഘട്ടം കടലിനോട് വളരെ ചേർന്നാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിനോട് വളരെ ചേർന്നാണ്. അതുകൊണ്ട് തന്നെ മൺസൂൺ കാറ്റുകൾ പെട്ടെന്ന് തന്നെ ഈ പർവ്വതത്തിൽ പോയി ഇടിച്ച് അവിടെ മഴ പെയ്യിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെ, പശ്ചിമഘട്ടത്തിന്റെ സ്വാധീനമാണ്, സാമീപ്യമാണ് കൊങ്കൺ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ തീരസമതലം സ്ഥിതി അറബിക്കടലിനും ഹിമാലയത്തിനും ഇടയിലാണ്. എവിടെ? അല്ല, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. കറക്റ്റ്, കിട്ടി. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരദേശമാണ് ഏത്? കിഴക്കൻ തീരദേശം. കേട്ടോ, കിഴക്കൻ തീരദേശം. അപ്പോൾ കിഴക്കൻ തീരദേശത്തെ 2ആയി തരംതിരിക്കുന്നതിൽ ഒന്ന് കോറമണ്ടൽ തീരം. കിഴക്കൻ തീരത്തെ 2ആയി തരംതിരിക്കുന്നു. അല്ലെ, കിഴക്കൻ തീരത്തെ 2ആയി തരംതിരിക്കുന്നു. കിഴക്കൻ തീരത്തെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് കോറമണ്ടൽ തീരം, 2 വടക്കൻ സിർക്കാർസ്. നമുക്ക് നോക്കാം. കിഴക്കൻ തീരത്ത് കൃഷ്ണ നദി മുതൽ നോക്കട്ടെ, ചിത്രം ഉണ്ടോ നോക്കട്ടെ. കിഴക്കൻ തീരത്ത് ചിത്രം നോക്കട്ടെ, പറയാം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് ഏത്? കോറമണ്ടൽ തീരം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് കോറമണ്ടൽ തീരം. നമുക്ക് ആ ചിത്രം കൂടി എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോണം. കിഴക്കൻ തീരത്തേക്ക് നമ്മൾ നോക്കുന്നു. കിഴക്കൻ തീരത്ത് 2 ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തത് കോറമണ്ടൽ തീരവും, രണ്ടാമത്തത് വടക്കൻ സിർക്കാർസും. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ 2ആയി തരംതിരിക്കുമ്പോൾ എവിടം തൊട്ട് എവിടം വരെയാണ് വടക്കൻ സിർക്കാർസ്, എവിടം തൊട്ട് എവിടം വരെയാണ് കോറമണ്ടൽ തീരം എന്നുള്ളത് പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. മഹാനദി ഡെൽറ്റ മുതൽ, സുന്ദർബൻസ് എന്നല്ല പറഞ്ഞേക്കുന്നത്, മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ നദി ഡെൽറ്റ വരെയുള്ള ഇത്രയും സ്ഥലമാണ്. മഹാനദിയുടെ ഡെൽറ്റ മുതൽ കൃഷ്ണ നദിയുടെ ഡെൽറ്റ വരെയുള്ള ഇത്രയും സ്ഥലമാണ് വടക്കൻ സിർക്കാർസ്. അതിന്റെ ഉള്ളിൽ ഒഡീഷയുടെ തീരം വരുന്നുണ്ട്. അതിന് ഉത്കൽ തീരം എന്ന് വിളിക്കുന്നുണ്ട്. ഇനി കൃഷ്ണയുടെ ഡെൽറ്റ തൊട്ട് കാവേരി ഡെൽറ്റ വരെയുള്ള ഭാഗം, ഇതാണ് കോറമണ്ടൽ തീരം. നദികൾ വെച്ചിട്ട് ഇതിന്റെ അതിർത്തി പറയുന്നുണ്ട് പുസ്തകത്തിൽ, പഠിച്ചോണം. നദികൾ വെച്ചിട്ട് അതിർത്തി പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചോണേ. പഴയ പുസ്തകത്തിൽ സുന്ദർബൻസ് ഡെൽറ്റ തൊട്ടാണ് കിഴക്കൻ തീരം തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ പുസ്തകത്തിൽ പറയുന്നു മഹാനദിയുടെ ഡെൽറ്റ തൊട്ടാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നു പുതിയ പുസ്തകത്തിൽ. മഹാനദിയുടെ ഡെൽറ്റ തൊട്ട്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? എവിടെ തൊട്ട് എവിടം വരെ?
കൃഷ്ണ നദി ഡെൽറ്റ തൊട്ട് കന്യാകുമാരി വരെ, കാവേരിയുടെ ഡെൽറ്റ അല്ല കന്യാകുമാരി വരെ എന്ന് തന്നെ പഠിക്കണം കേട്ടോ. കന്യാകുമാരി വരെ, കൃഷ്ണ നദി ഡെൽറ്റ തൊട്ട് കന്യാകുമാരി വരെ. കാവേരി ഞാൻ നേരത്തെ പറഞ്ഞത് അല്ല. കൃഷ്ണ നദി ഡെൽറ്റ തൊട്ട് കന്യാകുമാരി വരെ കോറമണ്ടൽ തീരം. മഹാനദി ഡെൽറ്റ തൊട്ട് കൃഷ്ണ ഡെൽറ്റ വരെ നമ്മുടെ വടക്കൻ സിർക്കാർസ്. കാവേരി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. അപ്പൊ കാവേരി ഡെൽറ്റ വരെ അല്ല, കന്യാകുമാരി വരെ എന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഞാൻ ആദ്യം നേരത്തെ പടം കാണിച്ചപ്പോൾ കാവേരി ഡെൽറ്റ എന്ന് പറഞ്ഞത്, കന്യാകുമാരി വരെ കേട്ടോ. കന്യാകുമാരി വരെ ഉണ്ട്. ഇനി തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശവും ഉണ്ടോ. തമിഴ്നാടിന്റെ തീരം, ആന്ധ്രയുടെ തെക്കൻ തീരവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോറമണ്ടൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം നമുക്കറിയാം ആന്ധ്രയുടെയും തമിഴ്നാടിന്റെ അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഓർക്കുക. പുലിക്കെട്ട് തടാകം, പോയിന്റ് കലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ ഉണ്ടോ. പുലിക്കെട്ട് ബേർഡ് സാങ്ച്വറി, പോയിന്റ് കലിമർ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്ടിലാണ് വരുന്നത്. അതുപോലെ പിച്ചാവാരം കണ്ടൽക്കാടുകൾ തമിഴ്നാട്ടിലാണ്. തുടങ്ങിയവ ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, തമിഴ്നാട്ടിൽ തന്നെ കടലൂര്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളാണ് എന്നുള്ളതും ഓർക്കുക. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്മുടെ കോറമണ്ടൽ തീരത്തിന്റെ ഒരു സവിശേഷത, മറ്റൊരു സവിശേഷത, കോറമണ്ടൽ തീരസമതലത്തിന്റെ ആന്ധ്രാപ്രദേശിലെ അതിരറിയപ്പെടുന്നത് ഫാൾസ് ഡിവി പോയിന്റ് എന്നാണ്. അപ്പൊ ആന്ധ്രാപ്രദേശിലാണല്ലോ ഇത് അവസാനിക്കുന്നത്. നമ്മുടെ കോറമണ്ടൽ തീരം കന്യാകുമാരി നിന്ന് തുടങ്ങുന്നു, മേളില് കൃഷ്ണ ഡെൽറ്റ വരെയല്ലേ. ആ ഡിവൈഡിങ് പോയിന്റിന്റെ പേരാണ് ഫോൾസ് ഡിവി പോയിന്റ്. ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്ത പോയിന്റിന്റെ പേരാണ് ഫോൾസ് ഡിവി പോയിന്റ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബലഭൂഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ്, കോറമണ്ടൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുന്നു. നമുക്കറിയാം ഗോദാവരി കൃഷ്ണ ഡെൽറ്റകള് ആ പ്രദേശം മൊത്തത്തിൽ ഇന്ത്യയുടെ നെല്ലറ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ നെല്ലറ, ആ ഗോദാവരി കൃഷ്ണ ഡെൽറ്റ പ്രദേശത്തെ മൊത്തത്തിൽ ഇന്ത്യയുടെ നെല്ലറ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള എന്തുകൊണ്ടാണ് അവിടെ നെല്ലറാകാൻ കാരണമായ അവിടുത്തെ ഡെൽറ്റ എക്കൽ മണ്ണാണ്. ഡെൽറ്റ എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് ആ പ്രദേശത്തെ അത്രയും വലിയ നെല്ലറയാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കിഴക്കൻ തീരത്തിലെ ഒരു പ്രധാന തടാകം ഏത്? വേമ്പനാട്ട് കായൽ അല്ല, ദാൽ തടാകം അല്ല, ലോക്തക് തടാകം അല്ല, പിന്നെ ഏതാണ് ആൻസർ? ചിൽക്ക തടാകം. ഒന്നുകൂടെ പറയാം, കിഴക്കൻ തീരം നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. കിഴക്കൻ തീരത്തെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് കോറമണ്ടൽ തീരം. കോറമണ്ടൽ തീരം എന്ന് പറഞ്ഞാൽ കൃഷ്ണ നദി ഡെൽറ്റ തൊട്ട് കന്യാകുമാരി വരെയാണ്. ഈ ഡിവൈഡിങ് പോയിന്റിന്റെ പേരാണ് ഫോൾസ് ഡിവി പോയിന്റ്. ആന്ധ്രാപ്രദേശിലാണ് ഇത് വരുന്നത്. ഫോൾസ് ഡിവി പോയിന്റ്, ആ കൃഷ്ണ നദി ഡെൽറ്റ ഭാഗം, അതാണ് ഫോൾസ് ഡിവി പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെയാണ് പുലിക്കെട്ട് തടാകമൊക്കെ വരുന്നത്, കോറമണ്ടൽ തീരത്ത്. ഇനി മുകളിലോട്ടുള്ളത് വടക്കൻ സിർക്കാർസ്, രണ്ടാമത്തെ ഭാഗം വടക്കൻ സിർക്കാർസ്. ഇവിടെയാണ് ചിൽക്ക തടാകവും കൊല്ലേരി തടാകവും വരുന്നത് വടക്കൻ സിർക്കാർസിലാണ്. നമുക്കറിയാം കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് കൊല്ലേരി തടാകം. അപ്പൊ കൃഷ്ണ ഡെൽറ്റയ്ക്ക് മുകളിലാണ് ആര് വരുന്നത്? നമ്മുടെ കൊല്ലേരു തടാകം വരുന്നത്. അപ്പൊ കൊല്ലേരു, ചിൽക്ക പോലെയുള്ള തടാകങ്ങൾ വരുന്നത് എവിടെയാണ്? രണ്ട് പ്രധാനപ്പെട്ട തടാകങ്ങൾ വരുന്നത് എവിടെയാണ്? അത് വടക്കൻ സിർക്കാർസിലാണ്. വടക്കൻ സിർക്കാർസ് കേട്ടോ. ഇത് വടക്കൻ സിർക്കാർസ്, ഈ ഭാഗം രണ്ടെണ്ണം ഇട്ടേക്കുന്ന വടക്കൻ സിർക്കാർസ്, ഒന്നെന്ന് ഇട്ടേക്കുന്നത് ഈ ഭാഗം കോറമണ്ടൽ തീരം. താഴെ പറയുന്നതിൽ കിഴക്കൻ തീരത്തിലെ പ്രധാന തടാകമാണ് ഏത്? ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് ചോദിച്ചാൽ ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് കൊല്ലേരു തടാകമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാലും അത് കൊല്ലേരു തടാകമാണ്. കൊല്ലേരു തടാകം എവിടെ വരുന്നത്? ആന്ധ്രാപ്രദേശില്. ചിൽക്ക തടാകം എവിടെ വരുന്നത്? ഒഡീഷയില്. ചിൽക്ക തടാകം ഒഡീഷയിലും കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലോക്തക് തടാകം മണിപ്പൂരാണ്. വടക്കിഴക്കൻ ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ദാൽ തടാകം ജമ്മു കാശ്മീരാണ്. ശിക്കാര വള്ളങ്ങൾക്ക് പ്രസിദ്ധമാണ് ദാൽ തടാകം. വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ബാക്ക് വാട്ടർ അല്ലെങ്കിൽ കായൽ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കായൽ അല്ലെങ്കിൽ തടാകമെന്നും വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നു. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, കോറമണ്ടൽ തീരം എവിടെ നിന്ന് എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു? കോറമണ്ടൽ തീരം എവിടെ തൊട്ട് എവിടം വരെ വ്യാപിച്ചിരിക്കുന്നത്? ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണോ? ഏതായിരുന്നു ചോദ്യം? കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് എന്നല്ലേ, അതല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് പഠിച്ചില്ല. അപ്പൊ കോറമണ്ടൽ തീരം എവിടെ തൊട്ട് എവിടം വരെ വ്യാപിച്ചു കിടക്കുന്നു? പറഞ്ഞു. കോറമണ്ടൽ തീരം ഓൾറെഡി നമ്മൾ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്, ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്തില്ല. ഇനി പറ. കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു അല്ലെ? കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ വരെ വ്യാപിച്ചിരിക്കുന്ന അപ്പൊ ഏത് തീരമാണ്?
ഇത് വടക്കൻ സിർക്കാർസ്. വടക്കൻ സിർക്കാർസ് വടക്കൻ സിർക്കാർസ് വ്യാപിച്ചിരിക്കുന്നത് മഹാനദി ഡെൽറ്റ തൊട്ട് കൃഷ്ണ ഡെൽറ്റ വരെയാണ്. കോറമണ്ടൽ തീരം വ്യാപിച്ചിരിക്കുന്നത് കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ്. മാറിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇവിടെ ചോദ്യം കോറമണ്ടൽ തീരമാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ. ഇനി കിഴക്കൻ തീരസമുദ്രം എന്ത് തരത്തിലുള്ള തീരമാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, പടിഞ്ഞാറൻ തീരം താഴ്ത്തപ്പെട്ട തീരമാണെങ്കിൽ കിഴക്കൻ തീരം ഉയർന്നു വന്ന തീരമാണ്, ഉയർത്തപ്പെട്ട തീരമാണ്. ഭൗമപ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ ഉദ്ധാനം അല്ലെ, നമ്മൾ രണ്ട് പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. സബ്സിഡൻസ്, താഴ്ത്തപ്പെടലും ഉയർത്തപ്പെടലും നടക്കാറുണ്ട് ഭൂമിയിൽ പലയിടങ്ങളിലും. അതിൽ ഉയർത്തപ്പെടലിന്റെ ഫലമായിട്ട് രൂപപ്പെട്ട തീരമാണ് കിഴക്കൻ തീരം, ഉയർത്തപ്പെട്ട തീരം എന്നറിയപ്പെടുന്നു. നമുക്കറിയാം, സാങ്കേതികമായി നാച്ചുറൽ ഹാർബേഴ്സ്, പ്രകൃതിദത്തമായ തുറമുഖങ്ങൾക്ക് ഈ ഉയർത്തപ്പെട്ട തീരങ്ങൾ എപ്പോഴും ഒരു തടസ്സമാണ്, വിലങ്ങ് തടിയാണ്. വടക്കൻ സിർക്കാർസ് പറഞ്ഞേക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന മഹാനദി ഡെൽറ്റ തൊട്ട് കൃഷ്ണ ഡെൽറ്റ വരെ. പണ്ട് പഴയ പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സുന്ദർബൻസ് ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ എന്നായിരുന്നു. പഴയ പുസ്തകത്തിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പുതിയ പുസ്തകത്തിൽ മഹാനദി ഡെൽറ്റ തൊട്ട് കൃഷ്ണ ഡെൽറ്റ വരെ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക, ഇവർ പറഞ്ഞേക്കുന്നത് പോലെ നമ്മൾ പഠിക്കുക കേട്ടോ. മഹാനദി ഡെൽറ്റ തൊട്ട് കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് വടക്കൻ സിർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയും ആന്ധ്രാപ്രദേശും. ആന്ധ്രാപ്രദേശിന്റെ വടക്ക് ഭാഗം വരുന്നുള്ളൂ, ഒഡീഷയുടെ മൊത്തം വരുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നു. ഒഡീഷയിൽ എന്താ വിളിക്കുന്നതിനെ? ഉത്കൽ സമതലം എന്ന് വിളിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നും ഈ വടക്കൻ സിർക്കാർസ് അറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നും ഒഡീഷയിൽ ഉത്കല സമതലം എന്നും പ്രാദേശികമായിട്ട് ഇത് അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇപ്പൊ വടക്കൻ സിർക്കാർസ് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്തെ നോക്കിക്കേ, മഹാനദി ഡെൽറ്റ തൊട്ട് കൃഷ്ണ ഡെൽറ്റ വരെ ഇത്രയും ഭാഗം, അതാണ് വടക്കൻ സിർക്കാർസ്. ആന്ധ്രാപ്രദേശും ഒഡീഷയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, ആന്ധ്രാപ്രദേശിന്റെ വടക്ക് ഭാഗം. ഇനി ഇത്രയും ഭാഗമാണ് കൃഷ്ണ ഡെൽറ്റ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഇത്രയും ഭാഗമാണ് കോറമണ്ടൽ തീരം. അതിനകത്തും ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗവും തമിഴ്നാടും ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗവും തമിഴ്നാടും ഉൾപ്പെടുന്നു. ഓക്കെ, മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. ഏത് സമതല ഭാഗം? വടക്കൻ സിർക്കാർസ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് വടക്കൻ സിർക്കാർസ് എന്നറിയപ്പെടുന്നത്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്, അത് വടക്കൻ സിർക്കാർസിന്റെ ഭാഗമാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തടാകം. പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം, രണ്ടും കൊല്ലേരുവാണ്. രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഉയർത്തപ്പെട്ട തീരമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹാർബറുകൾ അവിടെ ഇല്ല. മനുഷ്യനിർമ്മിതമായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന തുറമുഖങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയാണ്? കിഴക്കൻ തീരത്ത്. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ. വിശാഖപട്ടണം, മസൂലിപട്ടണം ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. ഏത് ഭാഗത്ത് വരുന്നതാണ്? കിഴക്കൻ തീരത്ത് വരുന്നതാണ്. ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ സിർക്കാർസിന്റെ ഭാഗമായിട്ട് വരുന്ന സാമ്പത്തിക മേഖലകളാണ് തന്നിട്ടുള്ളത്. ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. അപ്പൊ കിഴക്കൻ തീരത്ത് സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് വടക്കൻ സിർക്കാർസിലെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഇതൊക്കെ നമുക്ക് എഴുതാം. ഇത്രയുമാണ് തീരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള, ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ, പരീക്ഷയ്ക്ക് വരുമെന്ന് നമുക്ക് തോന്നുന്ന ഉറപ്പുള്ളതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അവിടെ നിന്നുള്ള ചില എക്സ്പ്ലനേഷൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി 4 ചാപ്റ്റേഴ്സ്, 9ാം ക്ലാസ്സിലെ 4 ചാപ്റ്റേഴ്സ്, അതും പുതിയ CRT 4 ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇത് കാണാത്തവർ നേരത്തെ ലൈവ് കൂടെ കണ്ടിട്ട് ഇതും കൂടെ കാണുക. ഇനി ഒരു ക്ലാസ്സും കൂടെ എടുത്താൽ നമ്മുടെ ദ്വീപുകൾ കൂടി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പുതിയ CRT ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്ക് മുമ്പോട്ടുള്ള പല പരീക്ഷകൾക്കും ഈ ചാപ്റ്ററുകൾ റെഫർ ചെയ്താൽ മതിയാവും, ഈ ക്ലാസ്സുകൾ റെഫർ ചെയ്താൽ മതിയാവും മാർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.